പങ്കാളി ഇതെന്താ മഴയത്തൊരു ചെമ്പരത്തി? നമുക്കിന്നൊരു ചെമ്പരത്തി ചായ ഉണ്ടാക്കാം. ബിരാളൻ രുചിക്കളത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ വിനോദാണ്, കൂടെ പങ്കാളി രാധി. ഇന്നൊരു ചെറിയ വീഡിയോ ആണ്, വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ടിപ്പ് തരുന്ന വീഡിയോ ആണ്. മഴക്കാലത്ത് കുടിക്കാൻ പറ്റുന്ന ഒരു നല്ല ചായ, ചെമ്പരത്തി ചായയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഒക്കെ അതിന് ചെമ്പരത്തി പോയി പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. നാല് ചെമ്പരത്തി പൂവുണ്ട്. അത് വെച്ചിട്ട് എങ്ങനെ, ഇത് ഫ്രഷ് ചെമ്പരത്തി വെച്ചിട്ടുള്ള ചായയാണെന്ന് കാണിക്കുന്നത്. അതിന് വേണ്ടത് ഉണക്കിയത് ഉപയോഗിക്കാം, ഫ്രഷും ഒക്കെ നമ്മുടെ വീട്ടിലുള്ളത് കൊണ്ട് ഫ്രഷ് ഉണ്ടാക്കാം. അതിന് വേണ്ടത് ഒരു നാരങ്ങ, പിന്നെ തേൻ ഒഴിക്കണമെന്നുള്ളവർക്ക് തേൻ ഒഴിക്കാം, ഒരു സ്പൂൺ ആവശ്യത്തിന്. പിന്നെ നമുക്ക് വേണ്ടത് ചൂടുവെള്ളം മാത്രമാണ് ഇതിന്. ആദ്യം ഇതൊന്ന് കഴുകി വൃത്തിയാക്കി ഇതിന്റെ ഇതളൊന്ന് മാത്രമായിട്ട് എടുത്തോണ്ട് വരട്ടെ. എന്താ ഈ ചെമ്പരത്തി ചായയുടെ ഗുണങ്ങള്? ശരിക്കും നമ്മുടെ ചർമ്മം മെച്ചപ്പെടുത്താൻ, ഡൈജഷന്, വൈറ്റമിൻ സി ഉണ്ട്, ഫ്രീ റാഡിക്കൽസിനെ ഫൈറ്റ് ചെയ്യാൻ ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പൊ ഇതിന്റെ ഈ പൂ മാത്രം മതി കേട്ടോ. ഇതിന്റെ തണ്ടോ ഇതൊന്നും നമുക്ക് വേണ്ട. പൂന്നല്ല പറഞ്ഞത്, ഇതളുകൾ മാത്രം മതി. ഞാൻ ഇതളുകളെല്ലാം കഴുകിക്കൊണ്ട് വന്ന് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതളെല്ലാം എടുത്തു വെച്ച് ഇനി വേണ്ടത് ചൂടുവെള്ളം മാത്രമാണ്. അതിലേക്ക് ഒന്ന് ഒഴിച്ച് നമുക്കൊരു 2 മിനിറ്റ് അടച്ചു വയ്ക്കാം. തിളച്ച വെള്ളം ഒഴിച്ച് അതിന്റെ കളറൊക്കെ ഇറങ്ങട്ടെ. രണ്ട് മിനിറ്റ് ആയിട്ട് നമുക്ക് നോക്കാം. കളറൊക്കെ കളറൊക്കെ ഇളകി നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ ചെമ്പരത്തി ചായ നല്ല കളറും. ഇത് ഈ കോൺസ്റ്റിപ്പേഷൻ ഒക്കെ ഉള്ളവർക്ക് വളരെ നല്ലൊരു, പക്ഷെ ഒരു റെഗുലർ യൂസിന് ഉപയോഗിക്കുന്നതല്ല, എന്നും ഉപയോഗിക്കണ്ട. നമ്മളൊരു ആഴ്ചയിലൊന്നോ അങ്ങനെയാണോ? അങ്ങനെയല്ല. നമ്മൾ ഒരു സാധനം നമ്മൾ ഏത് ഹെൽത്ത് ആണെന്ന് പറഞ്ഞാലും ഇനി ഇത് നമുക്ക് നമ്മളൊരു നാരങ്ങ നീക്കാം. കളർ ഒന്നുകൂടെ ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയാ കേട്ടോ. അപ്പൊ നോക്കിയാൽ അതിന്റെ കളർ ഒന്നുകൂടെ. അതെ. ഇത് നോക്കിക്കേ നമ്മുടെ ചായ. ഇനി മധുരം, മധുരം ഇത് ആഡ് ചെയ്യണ്ട. ഇത്രയും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്കിന് മധുരം, പഞ്ചസാര ആഡ് ചെയ്യണം. നമുക്ക് തേൻ ഉപയോഗിക്കാം, നാച്ചുറൽ തേന്. മധുരം വേണ്ടവർക്ക് ഇല്ലെങ്കിൽ ഇങ്ങനെ തന്നെ കുടിക്കാം. ഇങ്ങനെ നാരങ്ങയൊക്കെ ഇട്ടല്ലോ, ഒരു പുതിയ പുളിപ്പൂക്കെ കാണും. ഓക്കെ, അങ്ങനെ നമ്മുടെ ചെമ്പരത്തി ചായ റെഡിയാണ്. കാണിച്ചു തരാം എങ്ങനെ ഇരിക്കുന്നതെന്ന് നോക്ക്. കപ്പ്. അങ്ങനെ നമ്മുടെ ചെമ്പരത്തി ചായയും നമ്മുടെ ഈ എപ്പിസോഡും ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇത് തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്ത് നോക്കുക. കാരണം മഴക്കാലത്ത് അതെ വളരെ ഹെൽത്ത് ഇംപ്രൂവ്മെന്റിനും ആന്റി ഓക്സിഡൻസും ധാരാളം ഉള്ളതുമായിട്ടുള്ള സ്കിന്നിനും ഒക്കെ ഉപകാരപ്രദമായ ഹാർട്ടിനും എല്ലാം ചായയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. വീണ്ടും അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി. പങ്കാളി, നമസ്കാരം.